നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. RTO ഓഫീസുകളിലേക്ക് തൊഴിലാളികളുടെ കൂറ്റൻ മാർച്ച്. ജൂലൈ 1-ന് 48 മണിക്കൂർ ചക്രസ്തംഭനം. രാജ്യം നിശ്ചലമാകും. ഭർതൃവീട്ടുകാരുടെ ക്രൂരമർദ്ദനം. യുവതി ആശുപത്രിയിൽ. ഓപ്പറേഷൻ കുബേര. പരാതി കേട്ട് ജില്ലാ പോലീസ് മേധാവി. അദാലത്തിലേക്ക് സങ്കടവുമായി എത്തിയത് നിരവധി പേർ. ജീവനക്കാരെ സ്ഥലം മാറ്റിയ സംഭവം. കാഞ്ഞങ്ങാട് നഗരസഭയിൽ പ്രതിഷേധം ശക്തം. യൂട്യൂബിൽ ഹിറ്റായി നിഷാദിന്റെ പാട്ട്. ഇതുവരെ കണ്ടത് 7 ലക്ഷത്തിലധികം പേർ. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ RTO ഓഫീസുകളിലേക്ക് തൊഴിലാളികൾ മാർച്ച് നടത്തി. കാസർഗോട്ടും കാഞ്ഞങ്ങാട്ടുമായി നടന്ന മാർച്ചിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. നികുതി വർധന പിൻവലിക്കുക, ഇൻഷുറൻസ് പ്രീമിയം വർധന ഒഴിവാക്കുക, ഓട്ടോ ടാക്സി ചാർജ് പുതുക്കി നിശ്ചയിക്കുക, ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. ജൂലൈ 1-ന് ആരംഭിക്കുന്ന 48 മണിക്കൂർ ചക്രസ്തംഭനത്തിന്റെ മുന്നോടിയായാണ് മാർച്ച് നടത്തിയത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് തൊഴിലാളികൾ അണിനിരന്നു. തുടർന്ന് നടന്ന യോഗം STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഫലമില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഒരാൾ നമ്മളോട് പറയുന്ന ഒരു ചാക്ക് പഞ്ചസാര ഉണ്ട്, പക്ഷേ പഞ്ചസാര ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അതുമായി മതർക്കണോ എങ്കിൽ മാത്രമേ അതിന് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നികുതിയുടെ കാര്യമായാലും ശരി, പെട്രോളിന്റെ കാര്യമായാലും ശരി, ഡീസലിന്റെ കാര്യമായാലും ശരി, പാർട്സിന്റെ കാര്യമായാലും ശരി, ഇൻഷുറൻസിന്റെ കാര്യമായാലും ശരി, മറ്റ് നിയമ നടപടികളുടെ കാര്യമായാലും ശരി, മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചായാലും ശരി, ഒരു നീതി ലഭിക്കാത്ത സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. BMS നേതാവ് A. കേശവ അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ TK രാജൻ, PG ദേവ്, BV രാജൻ, ഗിരികൃഷ്ണൻ, KP പുരുഷോത്തമൻ, KP മുഹമ്മദ് അഷ്റഫ്, ഖാദർ പാലോത്ത്, E. മണികണ്ഠൻ, വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗർഭിണിയായ യുവതിയെ ഭർത്താവും വീട്ടുകാരും ചേർന്ന് പീഡിപ്പിച്ചതായി പരാതി. ആലമ്പാടി ഏരിയപ്പാടിയിലെ അബൂബക്കറിന്റെ മകൾ സഫ്രീനയാണ് പീഡനത്തിന് ഇരയായത്. ചെങ്കളയിലെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ഭർത്താവും വീട്ടുകാരും ചേർന്ന് ചൂടാക്കിയ ചട്ടുകം കൊണ്ട് പൊള്ളിച്ചതായി സഫ്രീന പരാതിപ്പെട്ടു. 3 മാസം ഗർഭിണിയായ സഫ്രീനയുടെ കയ്യിലും കാലിലുമാണ് പൊള്ളലേൽപ്പിച്ചിരിക്കുന്നത്. ജനുവരി 22-നാണ് സഫ്രീന ചെങ്കള പോവൽക്കടവിലെ മുഹമ്മദ് ഇക്ബാലിനെ വിവാഹം കഴിച്ചത്. വിവാഹ സമയത്ത് 50 പവൻ സ്വർണ്ണാഭരണവും 2 ലക്ഷം രൂപയും സ്ത്രീധനമായി നൽകിയിരുന്നുവത്രേ. പിന്നീട് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും വീട്ടുകാരും ചേർന്ന് തന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി സഫ്രീന പരാതി പറഞ്ഞു. തൻ്റെ പേരിലുള്ള എരിയപ്പാടിയിലെ കടമുറികൾ എഴുതി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പൊള്ളലേൽപ്പിച്ചതെന്നും സഫ്രീന പറഞ്ഞു. ഗുരുതരമായി പൊള്ളലേറ്റ സഫ്രീനയെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായുള്ള അദാലത്ത് കാഞ്ഞങ്ങാട്ട് നടന്നു. പരാതികൾ നൽകുവാൻ നിരവധി പേരാണ് എത്തിയത്. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് വിളിച്ചു ചേർത്ത അദാലത്തിൽ പങ്കെടുക്കാൻ കടക്കിണിയിൽപ്പെട്ട നിരവധി കുടുംബങ്ങൾ എത്തി. പലരും കൈക്കുഞ്ഞുങ്ങളുമായാണ് എത്തിയത്. 31 പേർ പരാതി നൽകാൻ എത്തിയിരുന്നു. ആധാരങ്ങൾ കൈക്കലാക്കി പണം നൽകി പലിശ വാങ്ങുന്ന ബ്ലേഡ് സംഘങ്ങളെക്കുറിച്ചുള്ള പരാതികൾ അദാലത്തിലെത്തി. അദാലത്തിന് നേതൃത്വമേകാൻ ജില്ലയിലെ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. ഓപ്പറേഷൻ കുബേര നോഡൽ ഓഫീസർ ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP KV രഘുരാമൻ, കാഞ്ഞങ്ങാട് DYSP PM പ്രദീപ് കുമാർ, CI TP സുമേഷ്, CI U പ്രേമൻ എന്നിവരും എത്തിയിരുന്നു. പരാതിക്കാരുമായി പോലീസ് ഉദ്യോഗസ്ഥർ മുഖാമുഖം നടത്തി. രേഖകളും പരാതികളും പരിശോധിച്ച് വസ്തുതകൾ കണ്ടെത്തിയാൽ കൂടുതൽ നടപടിയെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നഗരസഭയിലെ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതിനെതിരെ പ്രതിഷേധം. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റിയ നടപടി റദ്ദ് ചെയ്യണമെന്ന് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ ആവശ്യപ്പെട്ടു. കൂട്ടസ്ഥലം മാറ്റം റദ്ദ് ചെയ്യണമെന്ന ആവശ്യമുയർത്തി നഗരസഭയ്ക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. നിലവിൽ 7 ജീവനക്കാരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് തദ്ദേശീയരായ എത്ര ആളുണ്ട്, അവരൊക്കെ ആണ് ഇപ്പോൾ ട്രാൻസ്ഫർ. മറ്റെല്ലാവരെയും വളരെ ദൂരത്ത്
എത്രയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറ്റുമോ അത്രയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അവർക്കൊക്കെ ഈ നഗരസഭയിൽ 1 മാസമോ 2 മാസമോ തുടർച്ചയായി ജോലി ചെയ്താൽ ചിലപ്പോൾ 2 3 നാളോ സാധ്യത ലീവെടുക്കുന്നുണ്ട്. പി ഹരിദാസൻ അധ്യക്ഷനായി, പി ഉഷ, സ്മിത, കെ മനോജ് എന്നിവർ സംസാരിച്ചു. എ വേണുഗോപാലൻ സ്വാഗതം പറഞ്ഞു. യൂട്യൂബിൽ തരംഗമായി പുതിയ മാപ്പിളപ്പാട്ട്. തായ്ലങ്ങാടിയിലെ നിഷാദ് പാടിയ ഈ പാട്ട് 7 ലക്ഷത്തിലേറെ പേരാണ് കണ്ടത്. ഹിൻഡല്ലോ എന്ന് അത്ഭുതപ്പെടാൻ വരട്ടെ, സംഗതി സത്യമാണ്. കാസർഗോഡ് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന തായ്ലങ്ങാടിയിലെ നിഷാദ് പാടിയ കണ്ണീര് തുടയ്ക്കണ മെൻകരളെ പൊന്നുമാരന്റെ കൂടെ നീ പോയി വരൂ എന്ന പാട്ട് യൂട്യൂബിൽ ഇതുവരെയായി കണ്ടത് 7,65,000 ആളുകൾ. വിവാഹ ദിവസം വരന്റെ കൂടെ മകളെ യാത്രയാക്കുന്ന പിതാവിന്റെ ആത്മനൊമ്പരങ്ങളെ പശ്ചാത്തലമാക്കി PM അഷ്റഫ് രചിച്ച വരികൾക്ക് വികാരമൊട്ടും ചോർന്നു പോകാതെ നിഷാദ് ശബ്ദാവിഷ്കാരം നൽകിയപ്പോൾ യൂട്യൂബിൽ കാസർഗോഡുകാരന്റെ റെക്കോർഡുകൾ മറികടന്ന് പാട്ട് മുന്നേറുകയാണ്. എന്റെ നെഞ്ചിൽ കിടന്നേ വളർന്നില്ലേ നീ, എന്റെ കൈകൾ പിടിച്ച് നടന്നില്ലേ നീ. 2010 ചെറിയ പെരുന്നാളിന് പുറത്തിറങ്ങിയ സ്വപ്നം പൂവണിഞ്ഞു എന്ന ആൽബത്തിന് വേണ്ടിയാണ് നിഷാദ് ആദ്യമായി ഈ പാട്ട് പാടിയത്. PM അഷ്റഫിന്റെ വരികളും നിഷാദിന്റെ ശബ്ദവും കൂടിച്ചേർന്നതോടെ പാട്ടിനെ ജനങ്ങൾ ഏറ്റെടുത്തു. കല്യാണ വീടുകളിലും വിവാഹ വീഡിയോകളിലുമൊക്കെ പാട്ട് ഒഴിച്ചുകൂടാനാവാത്തതായി മാറി. 2012 ഒരു വിവാഹ രംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്നു വെഡ്ഡിംഗ് എന്ന പേരിൽ ഈ പാട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതോടെയാണ് പാട്ടിന്റെയും പാട്ടുകാരന്റെയും ജാതകം കീഴ്മേൽ മറിഞ്ഞത്. പാട്ട് യൂട്യൂബിൽ കയറിയങ്ങ് ഹിറ്റായി. ഓരോ മാസം പിന്നിടുമ്പോഴും 10,000-കണക്കിന് പുതിയ ആളുകളാണ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടവരൊക്കെയും പാട്ട് പിന്നെയും കേൾക്കാൻ കൊതിക്കുന്നു. മലയാളത്തിലെ ഏറ്റവും ജനകീയമായ വിരഹഗാനങ്ങളുടെ പട്ടികയിലേക്കാണ് കുറച്ചു കാലം കൊണ്ട് ഈ പാട്ട് ചേർക്കപ്പെടുന്നത്. നീണ്ട വർഷങ്ങൾ മകളെ വളർത്തിയിട്ടൊടുവിൽ വീട്ടിൽ നിന്ന് യാത്ര അയക്കുമ്പോഴുള്ള വേദന എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാവണം പാട്ടിനെ ജനങ്ങൾ ഏറ്റെടുത്തതെന്ന് നിഷാദ് പറയുന്നു. പാട്ടിറങ്ങി വർഷങ്ങൾ 4 കഴിയുമ്പോഴും ഓരോ കല്യാണ വീടുകളിലും ആളുകൾ ഈ പാട്ട് പാടാൻ നിഷാദിനെ നിർബന്ധിക്കാറുണ്ട്. സ്വപ്നം പൂവണിഞ്ഞു എന്ന ആൽബത്തിലാണ് ഈ പാട്ട് ആദ്യം പാടിയത്. 2009 പാടിയത്. പിന്നെ അതിന് ശേഷം ഇങ്ങനെ യൂട്യൂബിലെല്ലാം വന്നിട്ടാണ് ഈ പാട്ട് നല്ല അറിയപ്പെട്ടത്. ഇത് എഴുതിയത് അഷ്റഫ് PM ആണ്. പിന്നെ പ്രൊഡ്യൂസാക്കിയത് നൗഷാദ് ബദ്രിയ, പാടിയത് ഞാൻ. അങ്ങനെ കാസർഗോഡെല്ലാം മിക്ക കല്യാണത്തിൻ്റെ വീഡിയോയിലും എൻ്റെ ഈ പാട്ടാണ് ഇടുന്നത്. അങ്ങനെയാണ് ഈ പാട്ട് എല്ലാവർക്കും അറിയപ്പെടാൻ തുടങ്ങിയത്. മുഹമ്മദ് റഫിയുടെ ഗാനങ്ങൾ പാടിയാണ് നിഷാദ് പാട്ടിൻ്റെ വഴിയിൽ നടന്നു തുടങ്ങിയത്. റഫിയുടെ 500ഓളം പാട്ടുകൾ നിഷാദിന് ഹൃദ്യസ്ഥമാണ്. മുംബൈയിലായിരുന്ന സഹോദരൻ റിയാസാണ് റഫി പാട്ടുകളുടെ ഓഡിയോ കാസറ്റുകൾ നിഷാദിന് ആദ്യമായി അയച്ചു കൊടുത്തത്. സംഗീത രംഗത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ മുഹമ്മദ് റഫീൻ്റെ പാട്ടെടുത്താണ് കൂടുതലായിട്ട് എനിക്ക് പാട്ടിനോടുള്ള താല്പര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. റഫി സാഹിബിനെ അവിടെയുള്ള അവരിയിലാണ്. റഫി സാഹിബിന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് മുഹമ്മദ് റഫീഖിനോട്. മറ്റൊരു സഹോദരൻ അസ്ലമും പാട്ടുകാരനെ എല്ലാവിധ പിന്തുണയുമായി കൂട്ടുനിന്നു. കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും എന്ന് വേണ്ട കർണാടകയിലും ചെന്നൈയിലും വരെ നിഷാദ് റഫി പാട്ടുകൾ പാടി സദസ്സിന്റെ കയ്യടി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. എങ്കിലും കത്തുപാട്ടിന് ശേഷം ഹൃദയം കീറിമുറിച്ച മറ്റൊരു വിരഹഗാനത്തിന്റെ പേരിൽ പ്രശസ്തനാവുന്നതിന്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണെന്ന് നിഷാദ് കൂട്ടിച്ചേർക്കുന്നു. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി അദാലത്ത് സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. പോലീസുകാർ നടത്തിയ നിയമലംഘനം, മനുഷ്യാവകാശ ലംഘനം എന്നിവയ്ക്കെതിരെ 33 കേസുകൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി സിറ്റിംഗിൽ വിചാരണ നടത്തി. കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ അതോറിറ്റി ചെയർമാൻ റിട്ടയർഡ് ജസ്റ്റിസ് KV ഗോപിക്കുട്ടൻ പഴയ 25 കേസുകളും പുതുതായി ലഭിച്ച 8 കേസുകളുമാണ് വിചാരണയ്ക്കെടുത്തത്.
പ്രശ്നം പരിഹരിച്ച ഒരു കേസ് പിൻവലിച്ചിട്ടുണ്ട്. നിയമം ലംഘിച്ചതും മനുഷ്യാവകാശം ലംഘിച്ചതും അടക്കമുള്ള പോലീസുകാരുടെ നടപടികൾക്കെതിരെയുള്ള പരാതികളിലാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി പരിഗണിക്കുന്നത്. പോലീസുകാർ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അതോറിറ്റിക്ക് പരാതി നൽകാവുന്നതാണെന്ന് അതോറിറ്റി ചെയർമാൻ അറിയിച്ചു. സിറ്റിംഗിൽ ADM O മുഹമ്മദ് അസ്ലം, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP A രാമചന്ദ്രൻ, കളക്ടറേറ്റിലെ ഉസൂർ ശിരസ്തദാർ PK ശോഭ തുടങ്ങിയവർ പങ്കെടുത്തു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് പദ്ധതി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ സെമിനാർ ശ്രദ്ധേയമായി. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലായിരുന്നു സെമിനാർ നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്രത്ത് ജഹാൻ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും അനധികൃതമായി മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പരാതി ലഭിച്ചാലുടൻ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുസ്രത്ത് ജഹാൻ ಉದ್ಘಾಟನ ಪ್ರಸಂಗത്തിൽ ಮುನ್ನರಿಪು നൽകಿ. ಶುಚಿತ್ವ ಅಂದ್ರೆ 21 ವಾರ್ಡ್ ಅಂದ್ರೆ ನಮ್ಮ ಮಂಜೇಶ್ವರದಲ್ಲಿ ಎಲ್ಲ ಕಡೆಯೂ ಕಸವನ್ನು ಬಿಸಾಡೋದು, ತೊಟ್ಟೆಯಲ್ಲಿ ಹಾಕುವುದು, ಎಲ್ಲವನ್ನು ತೊಟ್ಟೆಯಲ್ಲಿ ಹಾಕುವುದು, ಬೇಕಾದ್ದು ಬೇಡದ್ದು ಎಲ್ಲದನ್ನು ಹಾಕಿ ಅಲ್ಲಿ ಬಿಸಾಡೋದು. ಅದಕ್ಕೆ ಕ್ರಮವಾದ ಅದಕ್ಕೆ ಏನು ಶಿಕ್ಷೆ ಹಾಕಬೇಕು, ಅದಕ್ಕೆ ಏನು ಫೈನ್ ಹಾಕಬೇಕು, ಅದನ್ನು ಹಾಕಬೇಕು. പഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രശാന്തി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് പാലിയേറ്റീവ് പദ്ധതി വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ CD മഞ്ചേശ്വരം ASI വിജയൻ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി ധനഞ്ജയൻ, മംഗൽപാടി ഹെൽത്ത് മെഡിക്കൽ ഓഫീസർ പ്രഭാകർ റൈ, ഹെൽത്ത് ഇൻസ്പെക്ടർ N സുകുമാരൻ, C ഭാസ്കരൻ കിനാരി, ധനഞ്ജയൻ കുമാർ, വിജയൻ, മെമ്പർമാരായ ഹരിശ്ചന്ദ്ര മഞ്ചേശ്വരം, ആനന്ദ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം പഞ്ചായത്തിലെ പാലിയേറ്റീവ് പദ്ധതി വിപുലീകരിക്കുന്നതിനായി പോലീസിന്റെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാൻ സെമിനാറിൽ തീരുമാനിച്ചു. സമൂഹത്തിലെ നിരാലംബരായ രോഗികൾക്ക് കൈത്താങ്ങാകുന്നതിനു വേണ്ടിയാണ് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പാലിയേറ്റീവ് പദ്ധതികൾ നടത്തിവരുന്നത്. ഈ പദ്ധതി കൂടുതൽ ജനകീയമാക്കുവാനുള്ള ആദ്യ ചുവടുവയ്പായാണ് മഞ്ചേശ്വരം പഞ്ചായത്ത് ഏകദിന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം. വിവാഹ സൽക്കാരത്തിന്റെ മാലിന്യങ്ങൾ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ തള്ളിയ സംഭവം. അനധികൃതമായി മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിലെ റോഡരികിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ കൂട്ടത്തോടെ തള്ളിയത്. പഴകിയ ഭക്ഷണങ്ങൾ തള്ളിയതോടെ പ്രദേശത്ത് ദുർഗന്ധം പരന്നു തുടങ്ങിയിട്ടുണ്ട്. അഴുകിയ ഭക്ഷണങ്ങൾ തള്ളിയതോടെ ഈച്ചശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. നഗരസഭ ട്രഞ്ചിങ് ഗ്രൗണ്ടിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിലച്ചതോടെയാണ് മാലിന്യം വിവിധ സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചു തുടങ്ങിയത്. മാലിന്യം പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി PT സുധാകരൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ മാലിന്യ പ്രശ്നം വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ ഈ മാലിന്യം നിക്ഷേപിക്കുന്നതിന് നമുക്ക് സാധിക്കാതെ വന്നിരിക്കുന്നു. 1.5 വർഷമായിട്ട് ഈ മാലിന്യം ടൗണിൽ കൂടി കിടന്ന് വളരെ ദുർഗന്ധം വമിക്കുന്നൊരവസ്ഥയിൽ ഇരുന്നപ്പോൾ നഗരസഭ പ്രത്യേകമായ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ഭാഗികമായിട്ടെങ്കിലും ഈ ചവറ് ഈ നഗരത്തിൽ നീക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും അത് നീക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ നഗരപ്രദേശങ്ങൾ വിട്ടുപോലും ആളുകൾ ഇപ്പോൾ വൃത്തിയാക്കിയിട്ടുന്ന ഈ നഗരപ്രദേശത്ത് മാലിന്യങ്ങൾ ചാക്ക് കെട്ടിന് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഈ നഗരത്തിൽ നിക്ഷേപിക്കുകയും വീണ്ടും ഈ നഗരം ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റുന്നതിന് മനഃപൂർവ്വമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇതിനെതിരെ നഗരസഭ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. മഴക്കാലം എത്തിയതോടെ മാലിന്യം തള്ളുന്നത് പകർച്ചവ്യാധി പകരാനും ഇടയാക്കുമെന്ന ആശങ്കയുണ്ട്. ഏതായാലും നഗരസഭാ ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പും കർശന നടപടികളുമായി മുന്നോട്ട് വന്നത് പൊതുജനങ്ങൾക്ക് ആശ്വാസമാവുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാധ്യമപ്രവർത്തകർ സാമൂഹ്യ നന്മയ്ക്കായി തൂലിക ചലിപ്പിക്കണമെന്ന് K കുഞ്ഞിരാമൻ MLA പറഞ്ഞു. MV ദാമോദരൻ അനുസ്മരണം കാഞ്ഞങ്ങാട്ട് നടന്നു. നിസ്വാർത്ഥനായ പത്രപ്രവർത്തകനായിരുന്നു മലയാള മനോരമയുടെ ആദ്യകാല ലേഖകൻ MV ദാമോദരൻ എന്ന് K കുഞ്ഞിരാമൻ MLA പറഞ്ഞു. പ്രസ് ഫോറം ഹാളിൽ MV ദാമോദരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പ്രവർത്തകരായ ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ എന്നൊരു മാതൃകയാകേണ്ടതാണ്. അങ്ങനെ ദാമോദരനെ കുറിച്ച് നമ്മുടെ നാട്ടിലെ പത്രക്കാരനും അതുപോലെ അല്ലാത്തവർക്ക്
അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഓരോരാൾക്ക് ഒരു മാതൃകാപരമായ പ്രവർത്തനം തന്നെയായിരുന്നു. ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് TK നാരായണൻ അധ്യക്ഷനായി. കാസർഗോഡ് പ്രസ് ക്ലബ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരി അനുസ്മരണ പ്രഭാഷണം നടത്തി. INTUC ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് MC ജോസ്, CITU ജില്ലാ കമ്മിറ്റി അംഗം DV അമ്പാടി, AV രാമകൃഷ്ണൻ, B സുകുമാരൻ, C മുഹമ്മദ് കുഞ്ഞി, M നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. N ഗംഗാധരൻ സ്വാഗതവും പാക്കം മാധവൻ നന്ദിയും പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. നിരവധി വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച അധ്യാപകൻ അടുക്കത്തുവയൽ സ്കൂളിലാണ് പഠിപ്പിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം KCN വാർത്തയിൽ തെറ്റായി നൽകിയിരുന്നു. അബദ്ധം സംഭവിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഹൊസങ്കടിയിൽ നിർമ്മിച്ച ഇൻഫാന്റ് ജീസസ് പള്ളിയുടെ വെഞ്ചരിപ്പും തിരുനാളാഘോഷവും ബുധനാഴ്ച ആരംഭിക്കും. കീഴൂർ സ്വദേശി തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിച്ചു. അപ്പുവിൻ്റെ മകൻ പ്രഭാകരനാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. വായനാ വാരാചരണം ബുധനാഴ്ച സമാപിക്കും. ശേണി ശാരദാംബ ഹൈസ്കൂളിൽ നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്യും. പകരം സംവിധാനമൊരുക്കാതെ സ്ഥലം മാറ്റിയ നടപടി റദ്ദാക്കണമെന്ന് നഗരസഭ. കാഞ്ഞങ്ങാട് നഗരസഭായോഗം നടപടി റദ്ദ് ചെയ്യണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 7 ജീവനക്കാരെ കൂട്ടസ്ഥലം മാറ്റം നടത്തിയ നടപടി റദ്ദ് ചെയ്യണമെന്ന് നഗരസഭായോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നഗരസഭയിൽ നിലവിലുള്ള ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതോടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാവുമെന്ന് കൗൺസിൽ യോഗം ചൂണ്ടിക്കാട്ടി. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ നടത്തിയ സ്ഥലം മാറ്റ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ആക്ടിംഗ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോരടി അധ്യക്ഷനായി. UDF കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RTO ഓഫീസുകളിലേക്ക് തൊഴിലാളികളുടെ കൂറ്റൻ മാർച്ച്. ജൂലൈ 1 48 മണിക്കൂർ ചക്രസ്തംഭനം. രാജ്യം നിശ്ചലമാകും. ഭർതൃ വീട്ടുകാരുടെ ക്രൂരമർദ്ദനം. യുവതി ആശുപത്രിയിൽ. ഓപ്പറേഷൻ കുബേര. പരാതി കേട്ട് ജില്ലാ പോലീസ് മേധാവി. അദാലത്തിലേക്ക് സങ്കടവുമായി എത്തിയത് നിരവധി പേർ. ജീവനക്കാരെ സ്ഥലം മാറ്റിയ സംഭവം. കാഞ്ഞങ്ങാട് നഗരസഭയിൽ പ്രതിഷേധം ശക്തം. യൂട്യൂബിൽ ഹിറ്റായി നിഷാദിന്റെ പാട്ട്. ഇതുവരെ കണ്ടത് 7 ലക്ഷത്തിലധികം പേർ. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.